ഞങ്ങൾക്ക് ഈവനിങ്ങിൽ ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ചൂസ് ചെയ്ത പ്ലേസ് ക്യാംഡൻ മാർക്കറ്റായിരുന്നു. ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയായിരുന്നു ആ പ്ലേസ് ചൂസ് ചെയ്തത്. മാത്രമല്ല എൻ്റെ വിഷ് ലിസ്റ്റിൽ 2 ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വിചാരിച്ച ഫുഡ് എനിക്ക് കഴിക്കാൻ കഴിഞ്ഞതുമില്ല, കൂടുതലായി. മാത്രമല്ല ഇത് കാരണം നമുക്ക് വേറെ ഫുഡും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, ഞങ്ങൾ പോയ സമയം നല്ല കാലാവസ്ഥയായിരുന്നു. UK കാലാവസ്ഥ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥയാണ്. ലണ്ടനിൽ ഉള്ള എല്ലാവർക്കും അറിയാം ക്യാംഡൻ മാർക്കറ്റ്. ഫുഡ് ഇഷ്ടപ്പെട്ടവർക്ക് പറ്റിയ സ്പോട്ടാണിത്. ഇന്ത്യൻ വേണമെങ്കിൽ ഇന്ത്യൻ, മെക്സിക്കൻ വേണമെങ്കിൽ മെക്സിക്കൻ, ഇറ്റാലിയൻ വേണമെങ്കിൽ ഇറ്റാലിയൻ, എവരിത്തിങ് ഈസ് അവൈലബിൾ ഇൻ ദ. ചൂസ് ചെയ്യാൻ ഇഷ്ടം പോലെയുണ്ട്. ഈ കാണുന്ന ആളാണ് കേട്ടോ സോംബി പങ്ക്. ഇയാളെ കൂടി ഫോട്ടോ എടുക്കുന്ന നമുക്ക് 2 പൗണ്ട് കൊടുക്കണം. ഇയാൾക്ക് ഡ്രഗ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹെൽപ്പ് ചോദിക്കുകയാണ്. എന്തല്ലേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡ്രഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചോദിക്കുന്ന ഒരു വ്യക്തിനെ ഞാൻ കാണുന്നത്, നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി. ആക്ച്വലി ഇപ്പോഴും ക്യാംഡൻ മാർക്കറ്റിൽ എത്തിയിട്ടില്ല കേട്ടോ. ക്യാംഡന് തൊട്ട് മുന്നിലുള്ള ക്യാംഡൻ ടൗണിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷോപ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഓരോ ഷോപ്പിൽ നിന്ന് നമുക്ക് സാമ്പിൾ ഫുഡ് കിട്ടും. അത് തന്നെ ഓരോന്ന് വാങ്ങിക്കഴിക്കുമ്പോൾ നമ്മളെ വയറ് ഏകദേശം തീരുമാനമാവാൻ തുടങ്ങും. ഇവിടെ ഒരു അമേസിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഓരോ സ്റ്റാളിലും അവർ സെല്ല് ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് വീഡിയോയിൽ കണ്ടാൽ മാത്രം പോരാ, ശരിക്കും പോയി കാണണം, എന്നാലേ നമുക്കതിൻ്റെ എക്സാക്ട് ഫീല് കിട്ടുള്ളൂ. ഫൈനലി നമ്മൾ ക്യാംഡൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ആക്ച്വലി പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരുപാട് എൻട്രൻസ് ഉണ്ട്. ഞാനിപ്പോൾ കയറുന്നത് ഇതാ ഈ എൻട്രൻസിലൂടെയാണ്.
ഈ ഒരു ഫങ്കി ചിപ്സ് ഞങ്ങൾ വാങ്ങിയിരുന്നു. ഇതാണ് ഞങ്ങൾക്ക് ആകെ പണി കിട്ടിയത്. ഈ ഒരു ഫങ്കി ചിപ്സ് ഞങ്ങൾ ലാർജ് പോർഷനായിരുന്നു വാങ്ങിയത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 3-4 പേർക്ക് കഴിക്കാൻ അത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഇത് കഷ്ടപ്പെട്ടാണ് തീർത്തത്. സോ ഞങ്ങൾ ആ വയറ് നിറഞ്ഞും ചെയ്തു. ഞങ്ങൾക്ക് വേറെ ഐറ്റംസ് ട്രൈ ചെയ്യാൻ പറ്റില്ല. സ്മോള് വാങ്ങിയാൽ മതിയെന്ന് അപ്പം തോന്നി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ക്യാമ്പ്ടൺ മാർക്കറ്റിലെ ഹൈലൈറ്റാണ് ഈ ഒരു പാട്ട്. അംബർലാസൊക്കെ ഹാങ് ചെയ്ത് അടിപൊളിയെന്നു ഈ ഒരു പാട്ട് കാണാൻ കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. പക്ഷേ തിരക്ക് കാരണം ഒന്നിനും പറ്റിയില്ല. കൂടുതൽ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതൊരു പ്രശ്നമായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ഹോസ്പിറ്റലും പോകാണ്ടായിരുന്നു. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.